ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1313 ദിവസമായ ഇന്ന് 2024 ഡിസംബർ മാസം 18 ബുധനാഴ്ച, 1200 ആണ്ട് ധനുവ മാസം 3 ഗുരുവചനങ്ങളിലൂടെ. മനുഷ്യനിൽ മനുഷ്യത്വം, പശുവിൽ ഗോത്വം, കുരങ്ങിൽ വാനരത്വം, കുയിലിൽ പികത്വം, ഇവ ഓരോന്നും ജാതിയാകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ എൻ കുമാരനാശാൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 1-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സ്വാമിയെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചത് കേൾവിപ്പെട്ട ചെമ്പഴന്തിപ്പിള്ളമാരുടെ തറവാട്ടിലെ അന്നത്തെ കാരണവരാണ്. അദ്ദേഹം ഒരു നല്ല ജ്യോത്സ്യനും സ്ഥലത്തെ പാർവത്യക്കാരനുമായിരുന്നു. അക്ഷരാഭ്യാസവും അന്നത്തെ ഉൾനാട്ടിലെ രീതി അനുസരിച്ച് സിദ്ധരൂപം, ബാലപ്രബോധനം, അമരം മുതലായ ബാലപാഠങ്ങളും കഴിഞ്ഞ ശേഷം സ്വദേശത്ത് ഉയർന്നതരം പഠിത്തത്തിന് സൗകര്യം ഇല്ലാതിരുന്നതിനാൽ സ്വാമിക്ക് പഠിപ്പ് മതിയാക്കേണ്ടി വന്നു. കുടുംബത്തിലെ പ്രധാന ജോലി കൃഷിയായിരുന്നു. സ്വാമി തൻ്റെ പ്രായത്തിനനുസരിച്ച് അതിൽ സഹായിക്കുകയും അടുത്ത കാട്ടുപ്രദേശങ്ങളിൽ കന്നുകാലികളെ മേയിച്ചുകൊണ്ട് കുറേ നാൾ കഴിക്കുകയും ചെയ്തിരുന്നു. മധ്യാഹ്നകാലത്ത് വൃക്ഷങ്ങളുടെ തണലുകളിൽ പശുക്കൾ മേഞ്ഞു നിൽക്കുമ്പോൾ സ്വാമി ഇലകൾ നിറഞ്ഞ മരക്കൊമ്പുകളിൽ കയറിയിരുന്ന് നീലവർണ്ണമായ ആകാശത്തെ നോക്കി മനോരാജ്യം ചെയ്യുകയും സംസ്കൃത പദ്യങ്ങൾ ഉരുവിട്ട് പഠിക്കുകയും ചെയ്യുക പതിവായിരുന്നു. സസ്യങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതിൽ സ്വാമിക്ക് വലിയ വാസനയായിരുന്നു. തന്നെത്താൻ വെറ്റിലക്കൊടി നട്ടു നനച്ച് വളർത്തിയിട്ടുള്ളതിനെപ്പറ്റി പലപ്പോഴും സ്വാമി പറഞ്ഞ് രസിക്കാറുണ്ട്. ബാല്യം കഴിയുന്നതിന് മുൻപ് തന്നെ സ്വാമി ഒരു വലിയ താത്വികനും ഭക്തനുമാണെന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.